നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്കോട്ട്ലൻഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് യൂറോ കപ്പിന് രാജകീയമായ തുടക്കമിട്ടിരിക്കുന്നു ജർമ്മനി. അവരുടെ മധ്യനിരയിൽ മിന്നും പ്രകടനം നടത്തിയിരിക്കുന്നു ടോണി ക്രൂസ്. ദേശീയ ടീമിലെത്ത് കുറെ കാലമായിട്ട് വിട്ടുനിന്നിരുന്ന ക്രൂസിനെ വെറുതെ മടക്കി കൊണ്ടുവന്നതല്ല ജൂലിയൻ നഗൽസ്മാൻ. അതിപ്പം ഈ ടൂർണമെന്റിൽ ക്രൂസ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി ഒന്നും തെളിയിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നത് എന്തിന് എന്നുള്ളതിൻ്റെ തെളിവ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അൻഡ്രിച്ചുമായിട്ട് മികച്ചൊരു കൂട്ടുകെട്ട് അദ്ദേഹം മധ്യനിരയിൽ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഈ കളി നോക്കുക, ഈ കളിയിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നോക്കുക, ക്രൂസിൻ്റെ പ്രകടനം അത് തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. ദിസ് മാൻ ഈസ് അൺറിയൽ എന്ന് തന്നെ പറയേണ്ടി വരും. ക്രൂസ് ആദ്യ പകുതിയിൽ 55 പാസുകളാണ് കൊടുത്തത്. 55 ലക്ഷ്യത്തിലേക്കായിരുന്നു. രണ്ടാം പകുതിയിൽ അദ്ദേഹം 47 പാസുകൾ കൊടുത്തതിൽ 46 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. ചുരുക്കത്തില് അദ്ദേഹം ആകെ മിസ് ചെയ്തത് ഒരേ ഒരു പാസ്സായിരുന്നു എന്നർത്ഥം. പിന്നെ അവരുടെ ഓപ്പണിംഗ് ഗോൾ വന്നത് തന്നെ ക്രൂസിലൂടെ വന്ന ഒരു നീക്കത്തിലാണ്. അദ്ദേഹം ആ ബോള് നേരെ ജോഷുവ കിമ്മിച്ചിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നു. കിമ്മിച്ചാണ് അത് വേർഡ്സിലേക്ക് എത്തിക്കുന്നതും അവിടെ നിന്ന് ജർമ്മനി ലീഡ് എടുക്കുന്ന ഗോൾ വന്നതും. എന്തായാലും ക്രൂസിന്റെ മൊത്തം പ്രകടനത്തിന്റെ കണക്ക് നോക്കിയാൽ 80 മിനിറ്റ് കളിച്ച താരം 108 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ട് 3 തവണ മാത്രമാണ് പൊസിഷൻ ലോസ്റ്റ് ആയിരുന്ന കാര്യം കൂടി നോക്കുക. 101 പാസുകൾ അദ്ദേഹം ആകെ കൊടുത്തതിൽ 102 പാസുകൾ ആകെ കൊടുത്തതിൽ 101 ആക്യുറേറ്റ് ആയിരുന്നു എന്നാണ് sofascore.comന്റെ കണക്ക്. 99% പാസിംഗ് ആക്യുറസി. ഒറ്റ പാസ് മാത്രമാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത്. 4 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 8 ലോങ് ബോളുകൾ കൊടുത്തു. 8ഉം കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചു. അങ്ങനെ മിന്നുന്ന പ്രകടനം തന്നെ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിന്റെ അവസാന ടൂർണമെന്റാണിത്. ക്ലബ് ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൽ കിരീടത്തിൽ മുത്തമിട്ടു. ഇനി യൂറോ കപ്പിൽ മുത്തമിട്ടുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.